മസ്തിഷ്ക മരണം. ഒരു 1.5 മാസമായിട്ട് ശവപ്പറമ്പ് പോലെ കിടക്കുന്ന തിയേറ്ററുകളിൽ സിനിമ എത്തിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടൊരു ചലനം ഉണ്ടാക്കിയിട്ടില്ല. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ആയാലായി. സിനിമ സംസാരിക്കുന്ന വിഷയം ഫ്യൂച്ചറാണ്. 2046. അപ്പോഴത്തെ ടെക്നോളജികൾ എന്തൊക്കെയായിരിക്കാം, മാറി വരുന്ന ജീവിത രീതികൾ, ഇതിനിടയിലൂടെ ഒരു മെമ്മറി ഗെയിം, അതിലൂടെ പുറത്തു വരുന്ന കൊലപാതകം. ഒരു ആക്ട്രസിൻ്റെ ലീക്കഡ് വീഡിയോ ഗെയിമാണ് ഇതിൻ്റെ എല്ലാം മെയിൻ പോയിന്റ്. ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിക്കുന്ന കഥ സർക്കാസ്റ്റിക്കായി സെലിബ്രിറ്റികൾക്ക് സമൂഹത്തോടും പാപ്പരാസികളോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നു. നിരഞ്ജൻ, രജീഷ, ജഗദീഷ്, ദിവ്യപ്രഭ ഇവരൊക്കെയാണ് താരങ്ങൾ. ഇങ്ങനത്തെ സിനിമകൾക്ക് സെപ്പറേറ്റഡ് ഓഡിയൻസ് ആയിരിക്കുന്നതിനാൽ തന്നെ എല്ലാവരുടെയും കപ്പിലെ ടി വി ആകാൻ ചാൻസ് കുറവാണ്. എല്ലാ കോമഡിയൊന്നും വർക്കായില്ലെങ്കിലും ചിലത് കൊള്ളാം. ഫ്യൂച്ചറിനിട്ടും പാസ്റ്റിനിട്ടും കൊട്ടുന്ന ചില ആക്ഷേപങ്ങൾ വർക്കായി. രജീഷ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് സിനിമയിൽ, എങ്കിലും ഇറിറ്റേറ്റിംഗ് സ്വല്പം കൂടിപ്പോയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നിപ്പോകുന്നുണ്ടായിരുന്നു. അവർ നന്നായി ഇവർ നന്നായി എന്നൊക്കെ പറയാൻ മാത്രം വെല്ലുവിളി ഉയർത്തുന്ന പെർഫോമൻസ് ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ ആവശ്യവുമില്ലാത്തൊരു പ്ലോട്ടുമാണിത്. ഇങ്ങനെയുള്ള പ്ലോട്ടുകൾ ദഹിക്കുന്നവർക്ക് വൺ ടൈം വാച്ച് എക്സ്പീരിയൻസിന് പറ്റുന്ന മൂവിയാണ് മസ്തിഷ്ക മരണം. ക്യാരക്ടറിന് വേണ്ടിയാണ് രജീഷ ഐറ്റം ഡാൻസ് ചെയ്തത്. ഈ സിനിമയെങ്കിലും തിയേറ്ററിൽ ആളെ കയറ്റുമോ എന്ന് വരും ദിവസങ്ങൾ നമ്മളോട് പറയട്ടെ.